നമ്മൾ അധിവസിക്കുന്ന ചുറ്റുപാടിനോടിപ്പോൾ ഭയം തോന്നി തുടങ്ങുന്നു. ആൾക്കൂട്ടങ്ങളിൽ പോകാൻ മടിക്കുന്നു. സമാധാനത്തോടെയുള്ള രാത്രികൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. കൂട്ടത്തിലുള്ള ഒരാളെ പോലും ഒന്ന് നെറ്റി ചുളിച്ചിട്ടേ നോക്കാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് വന്നു. ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഐക്യദാർഢ്യവുമായി നമുക്കിടയിൽ ആളുകൾ ഇറങ്ങുന്നത് അത്ഭുതവും അതിനപ്പുറം തന്നെ ഭയവും ഉണ്ടാക്കുകയാണ്. പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നടത്തിയ പാകിസ്ഥാൻ അനുകൂല വിദ്വേഷ പരാമർശങ്ങളെ തുടർന്ന് വടക്കു കിഴക്കൻ മേഖലയിലെ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായിട്ട് 19 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അസം, മേഘാലയ, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്നും അറസ്റ്റിലായവരിൽ MLA, ഒരു പത്രപ്രവർത്തകൻ, വിദ്യാർത്ഥികൾ, ഒരു അഭിഭാഷകൻ, വിരമിച്ച അധ്യാപകർ എന്നിവരടക്കം ഉൾപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ നടത്തിയ പരാമർശങ്ങൾ മേലാണ് മിക്ക അറസ്റ്റുകളും. ഇവരൊക്കെ ഉന്നത പോസ്റ്റ് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവരാരും വിവരമോ വിവേകമോ അറിവോ ഇല്ലാത്തവരല്ല എന്ന്. 14 പേർ അറസ്റ്റിലായത് ആസമിലാണ്. 2019 പുൽവാമ ആക്രമണവും ഇപ്പോൾ നടന്ന പഹൽഗാം ആക്രമണവും സർക്കാരിന്റെ ഗൂഢാലോചന പ്രകാരമാണെന്ന് പ്രസ്താവിച്ച ആസമിലെ പ്രതിപക്ഷ പാർട്ടി ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് MLA ആയ അമിനുൽ ഇസ്ലാമിനെയാണ് വ്യാഴാഴ്ച പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് കരീംഗഞ്ചിൽ നിന്നുമുള്ള സാഹേൽ എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈലക്കണ്ടി സ്വദേശി MD ജാബിർ ഹുസൈൻ, സിൽച്ചറിൽ നിന്നുമുള്ള MD AK ബഹാവുദ്ദീൻ, MD ജാവേദ് മസ്ദൂൻ, മൊറിഗാവിൽ നിന്നും MD മഹാഹർ മിയ, ശിവസാഗറിൽ നിന്നുമുള്ള MD സാഹിർ അലി എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൽ ഹുസൈൻ മാധ്യമപ്രവർത്തകനും ബഹാവുദ്ദീൻ സിൽച്ചർഗാവിലെ അസാം സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും മജുംദൽ ഒരു അഭിഭാഷകനുമാണ്. സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഉള്ളടക്കം ഉള്ള പരാമർശം നടത്തിയതിനായിരുന്നു കാച്ചർ ജില്ലാ പോലീസ് ഈ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കർണാടകയിൽ റോഡിൽ പാകിസ്ഥാനെ പോസ്റ്റർ പതിച്ചതിന് ബജറംഗ് ദൾ നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ മറ്റൊരു റിപ്പോർട്ട് കൂടി ഇതിനൊപ്പം ചേർക്കുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകര ആക്രമണത്തിന് ശേഷം രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണ സംഭവങ്ങൾ വർദ്ധിക്കുന്നു എന്ന ഭീകരമായ വാർത്ത. അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന പൗരാവകാശ സംഘടനയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത്. പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലുടനീളം കുറഞ്ഞത് 20 വിദ്വേഷ കുറ്റകൃത്യങ്ങളായിരുന്നു നടന്നത്. കൊലപാതകം, ഭീഷണിപ്പെടുത്തൽ, ആക്രമണങ്ങൾ, അടിച്ചു തകർക്കൽ ഉൾപ്പെടെയുള്ള നശീകരണ പ്രവർത്തികൾ എന്നിവയാണ് മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് നടന്നതെന്നും APCR ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ കൊലപാതകം നടന്ന ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ്. ക്ഷത്രിയ ഗോരക്ഷാദൾ അംഗങ്ങൾ യുവാവിനെ കൊലപ്പെടുത്തുകയും ബന്ധുവിനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അടുത്തത് കർണാടകയിലെ ബംഗളൂരുവിലാണ് മറ്റൊരു ആക്രമണം നടന്നത്. പഹൽഗാമിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനും ഗായത്രി മന്ത്രം ചൊല്ലുവാനും വിസമ്മതിച്ചതിനെ തുടർന്ന് ജീവനക്കാരനെ സഹപ്രവർത്തകൻ ചേർന്ന് മർദ്ദിച്ചു. അടുത്തത് ചണ്ഡീഗഡിലാണ്. കാശ്മീരി വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. താമസിക്കുന്നിടത്ത് വെച്ചും അവർ ഉപദ്രവത്തിന് ഇരയായി. തീവ്രവാദികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. അടുത്തത് കാശ്മീരി സ്ത്രീകളെ ക്യാമ്പസ് ഡ്രൈവർ ആക്രമിച്ച സംഭവവും ചണ്ഡീഗഡിലാണ് നടന്നത്. ചണ്ഡീഗഡിലെ യൂണിവേഴ്സൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹോസ്റ്റലിൽ വെച്ച് കാശ്മീരി വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു. ഹോസ്റ്റൽ വാർഡൻ ആക്രമണത്തിൽ ഇടപെട്ടില്ല. അടുത്തത് ഹിമാചൽ പ്രദേശിലായിരുന്നു. കാൻഗ്രയിലും കാശ്മീരി വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ മർദ്ദനത്തിന് ഇരയായി. അവരുടെ റൂമുകൾ തല്ലി തകർത്തു. അടുത്തതും ഹരിയാനയിൽ തന്നെയാണ്. പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ പേരിൽ 2 യുവാക്കളെ മർദ്ദിക്കുകയും ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് കേടുപാട് വരുത്തുകയും ചെയ്തു. അടുത്തത് കൊൽക്കത്തയിലെ കസ്തൂരി ദാസ് മെമ്മോറിയൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സംഭവം. മുസ്ലിം സ്ത്രീക്ക് ചികിത്സ നിഷേധിച്ചു. ഉത്തർപ്രദേശിലെ ഹസ്ത്രാസിൽ കരകൗശല വിദഗ്ധരായ 2 യുവാക്കളെ ക്ഷേത്ര നിർമ്മാണ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഫലസ്തീനിൽ ഇസ്രയേൽ കാട്ടിക്കൂട്ടിയ നടപടികൾ കാശ്മീരിലും ആവർത്തിക്കണമെന്നുള്ള ഹിന്ദുത്വ നേതാവ് പ്രസംഗിച്ചത് മധ്യപ്രദേശിലെ ദോഡ ദർവയിലാണ്. പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മുസ്ലിം ലീഗ് നേതാവ് ബഷീർ വെള്ളിക്കോത്തിനെതിരെ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ കേസെടുത്തു. പഹൽഗാം ഭീകരാക്രമണം സർക്കാർ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന ആരോപണത്തിന് അസമിലെ AIUDF MLA അമിനുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നായ്ക്കളെയും മുസ്ലിങ്ങളെയും അനുവദിക്കില്ല എന്ന പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പശ്ചിമ ബംഗാളിലെ ബിലിദാൻ ചന്ദ്ര കാർഷിക സർവകലാശാലയിൽ. ഹിന്ദുത്വ സംഘടനയുടെ ആക്രമണം ഭയന്ന് ഉത്തരാഖണ്ഡിലെ ചില കോളേജുകളിൽ നിന്നും കാശ്മീരി വിദ്യാർത്ഥികൾ മടങ്ങിപ്പോയി. കാശ്മീരി യുവാക്കൾ ഉത്തരാഖണ്ഡ് വിട്ടുപോകണമെന്നും അല്ലെങ്കിൽ ആക്രമിക്കുമെന്നുമുള്ള ഹിന്ദു രക്ഷാദളിന്റെ മുന്നറിയിപ്പും ഉത്തരാഖണ്ഡിൽ നിന്നുമാണ് ഉണ്ടായത്. കാശ്മീരിലെ യുവാക്കളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം ഹരിയാനയിലെ ഖരാറിലാണ്.
ഹിന്ദുത്വ സംഘടനയുടെ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട നിരവധി കാശ്മീരി വിദ്യാർത്ഥികളോടും ജീവനക്കാരോടും താമസ സ്ഥലങ്ങൾ ഒഴിയാൻ ആവശ്യപ്പെട്ടത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിലർ താമസ സ്ഥലത്തു നിന്നും ഇറങ്ങുകയും ചെയ്തു. രാജസ്ഥാനിലെ ജയ്പൂരിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച BJP നടത്തിയ റാലി അക്രമാസക്തമാകുകയും പള്ളിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കാശ്മീരി വിദ്യാർത്ഥികളെ മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് ആക്രമിച്ചത് ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിൽ ആയിരുന്നു. മനസ്സിലാക്കുക, അതിർത്തിയിൽ മാത്രമല്ല യുദ്ധം, ഓരോ ഇന്ത്യക്കാരന്റെ വികാരത്തിലും മനസ്സിലും യുദ്ധം ഉറപ്പിച്ചു കഴിഞ്ഞു. അത് തന്നെയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നതും.